അല്ല, ടെറസിലാ. ഞാനും ടെറസിലാ. ആ അതെ, ഫൈസൽ വാങ്ങിയതില് വേറൊരു പൊതിയും കൂടി കണ്ടല്ലോ, കുറച്ച് മുല്ലപ്പൂ. അതെങ്ങനെ സംഭവിച്ചു? അത് ചിലപ്പോ മാറി വെച്ചായിരിക്കും. എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ നാളെ മസ്കറ്റ് പോണ്ട്, അപ്പൊ തിരിച്ചു കൊടുക്കാം. എന്തിനാ? ചമ്മന്തി ഉണ്ടാക്കാനാ? ശരിയാലേ? അതെ. അല്ല, ഷഹാൻ എന്താ പറയുന്നു? നിങ്ങൾ കമ്പനിയായോ? വന്ന കാര്യത്തെ കുറിച്ച് എന്തും ചോദിക്കുക പറയാ ചെയ്തോ? കുറച്ചൊക്കെ. ആ അതെ, അവരെന്നെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ വിളിക്കാട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ വെക്കുവാണേ. നാളെ കാണാം. ശരി, നാളെ കാണാം. ബൈ. അന്ന് ഉപ്പാക്ക് ആക്സിഡന്റ് പറ്റി കിടപ്പിലായപ്പോൾ ഉമ്മാൻ്റെ ഒരു അകന്ന ബന്ധുവാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒരു അറബിയുടെ വീട്ടിലെ സഹായത്തിന്. അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് 2 വയസ്സാ. അന്നേ മിസ്സായതാണോ ഉമ്മാനെ? അല്ല, 2 കൊല്ലം കഴിഞ്ഞ് ഉപ്പാടെ അസുഖമൊക്കെ മാറിയപ്പോൾ ഉമ്മ മതിയാക്കി വന്നതാ. പക്ഷെ ഉപ്പാക്കായിരുന്നു നിർബന്ധം. നല്ല ശമ്പളമല്ലേ, എന്തിനാ കളയുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഉമ്മ പിന്നെ ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് പ്രശ്നം തുടങ്ങിയത്. ഉപ്പാക്ക് നമ്മുടെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് ഉമ്മാനോട് ആരോ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഉമ്മ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഉപ്പയും ബന്ധക്കാരും എല്ലാവരും ഉമ്മേനൊരു സംശയരോഗിയായി കണ്ടു. അങ്ങനെ ആരും തന്നെ മനസ്സിലാക്കാത്ത മൊമെന്റിൽ ഉമ്മ തിരിച്ചുപോയി. വല്യമ്മ മാത്രമായിരുന്നു ഉമ്മ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് വിശ്വസിച്ചതും ഉമ്മ പോയതിൽ സങ്കടപ്പെട്ടതും. ഉമ്മ കുറച്ചു കാലം വല്യമ്മക്ക് കത്തുകൾ അയക്കുമായിരുന്നു. പിന്നീട് അതും നിന്നു. വല്യമ്മ പറഞ്ഞറിഞ്ഞ കാര്യങ്ങളാണ് ഉമ്മാനെ പറ്റിയിട്ടുള്ള എൻ്റെ ഓർമ്മകൾ. ഉമ്മക്കെന്നെ വലിയ ഇഷ്ടമായിരുന്നു. എന്നെ മാത്രമല്ല, എല്ലാവരും ഉമ്മ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇതിനിടയിൽ ഉപ്പ ആ സ്ത്രീയെ തന്നെ കല്യാണം കഴിച്ചു. ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല. എനിക്കതിലൊരു അനിയനുണ്ട്. ഇപ്പം +2 പഠിക്കുക. സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഒമാനിലെ പാരൻസ് ഉള്ള കുട്ടികളോട് ഞാനെപ്പോഴും കമ്പനി വിടാൻ ശ്രമിക്കും. അങ്ങനെയാണ് റസ്മിയുടെയൊക്കെ സലിമിക്കാനെ ഞാൻ പരിചയപ്പെടുന്നത്. നാട്ടിൽ വന്നപ്പോൾ മൂപ്പരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉമ്മ പോയിട്ട് ഇപ്പം 20 വർഷമായി. 5-6 മാസം മുമ്പ് ഉപ്പക്ക് സ്ട്രോക്ക് വന്ന് കിടപ്പിലായി. അപ്പോഴാണ് ഉപ്പ എന്നോട് പറയുന്നത് ഉമ്മക്ക് അന്നുണ്ടായ സംശയമൊക്കെ സത്യമായിരുന്നെന്ന്. അതിൻ്റെ കുറ്റബോധം മൂപ്പർക്ക് നല്ലോണം ഉണ്ട്. ഇടയ്ക്ക് കിടപ്പിൽ കരയുന്നതൊക്കെ കാണാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എല്ലാരും കൂടെ സംശയരോഗിയാന്നും പറഞ്ഞ് എൻ്റെ ഉമ്മാനെ ഒഴിവാക്കിയില്ലേ? ഉമ്മ എങ്ങനെ സഹിച്ചിട്ടുണ്ടാവും ഇക്കാലം അത്രയും? ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ എനിക്കും കുറ്റബോധമുണ്ട്. ഇവിടെ അടുത്ത് ജബൽ ഷംസിൽ തന്നെ ഒരു കമ്പനി നടത്തുന്ന ഒരു ഒമാനിയുടെ വീട്ടിലാണ് ഈ പറഞ്ഞ സ്ത്രീ ഉള്ളത്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഈ സ്ത്രീ അവിടെ ഉണ്ട്. കേരളത്തിൽ എവിടെയാണെന്ന് ഈ ഒമാനി കുടുംബത്തോട് പോലും ഈ സ്ത്രീ പറഞ്ഞിട്ടില്ല. പേരും ഷഹാനയുടെ ഉമ്മയുടെ പേര് തന്നെ, ഫാത്തിമ. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഷഹാനെ നേരിട്ട് വന്ന് കാണട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇവരോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ ഇന്ന് രാവിലെയാണ് ഞാനൊരു വിവരം അറിയുന്നത്, ഈ ഒമാനി കുടുംബം മക്കത്ത് ഉംറ ചെയ്യാൻ പോയിരിക്കുമെന്ന്. ഇനി വരാൻ കുറച്ച് ദിവസം എടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സലീംക, അവരുടെ ഫോട്ടോ എന്തെങ്കിലും? അത് ഞാൻ പണ്ടേ നോക്കിയതാ, പക്ഷെ നടന്നില്ല. ഒരു സാധാരണ മൊബൈൽ പോലും അവരുടെ കയ്യിലില്ല. മാത്രമല്ല ആ ഒമാനിക്ക് അതൊന്നും ഇഷ്ടമല്ല. വേണമെങ്കിൽ നേരിട്ട് വന്ന് കണ്ടോളാനാണ് അവർ പറയുന്നത്. ഷഹാനയുടെ ഉമ്മയുടെ പഴയ ഫോട്ടോ ഒന്നുമില്ലേ? അല്ല, അത് കാണിച്ചാ സലീംകാക്ക് മനസ്സിലാവായിരുന്നല്ലോ. ഫോട്ടോ ഉണ്ട്, പക്ഷെ അതത്ര ക്ലിയർ അല്ല. നാട്ടിൽ വന്നപ്പോ സലീംകാക്ക് ഞാനിത് കാണിച്ചിരുന്നു. ആ അതെ, ആ കത്തൊന്നുമില്ല. ഫോട്ടോ ഈ കത്തുകളുടെ പോസ്റ്റ് ബോക്സ് നമ്പർ നോക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഉമ്മ ബിദിയെ അയച്ച കത്തുകളാണ്. ഇതാണ് അവസാനം അയച്ച കത്തെന്ന് തോന്നുന്നു.
ഡേറ്റ് 2002 മാർച്ചാണ്. മാത്രമല്ല ഈ ഫോട്ടോ എടുത്തതും ബിദിയൻ തന്നെയാണ്. എനിക്ക് സംശയമുണ്ട്, ഈ 2002 മാർച്ച് അവസാനത്തോടു കൂടിയാണെന്ന് തോന്നുന്നു അവിടെ ഒരു വലിയ ഫ്ലഡ് വന്നിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സലീംക എന്താ പറഞ്ഞു വരുന്നത്? ഇല്ല, ഞാനൊരു സംശയം പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും ആ ഒമാനി ഫാമിലി മക്കയും തിരിച്ചു വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. ഇപ്പോഴേ വെറുതെ നെഗറ്റീവായിട്ട് ചിന്തിക്കണ്ട. വാ. ഷാന വാ. ഫൈസലേ, ഇക്കാര്യത്തിൽ നീ എപ്പോഴും അവളോടൊപ്പം ഉണ്ടാവണം. അവൾക്കധികം പരിചയമില്ലാത്ത സാഹചര്യമല്ലേ, ഒരുപാട് പ്രതീക്ഷകളായിട്ട് അവൾ വന്നിരിക്കുന്നത്. അതിങ്ങനെ ടെൻഷൻ ആവണ്ടിക്കാം, ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി. ഓക്കെ സലീക്ക. പേരെന്തോന്നാടാ പറഞ്ഞേ? ഫാത്തിമ അല്ലേ? ആ അതെ ഫാത്തിമ. എന്തേലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കണേ. വിളിക്കാം, ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ആ പിന്നെടാ, ബിദിയയിൽ ഇവർ എവിടെയായിരുന്നതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ നിനക്ക്? വിധിയിലായിരുന്നു മാത്രമേ അറിയുള്ളൂ. നിങ്ങൾക്ക് അവിടെ കുറെ പരിചയക്കാരുള്ളതല്ലേ, ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഓക്കെ, അന്വേഷിച്ച് നോക്കട്ടെ. ഞാൻ വിളിക്കാം കേട്ടോ. ശരി വരുതട്ടാ. ശരി. നമുക്ക് പോയാലോ? സാബിക വന്നിട്ട് പോവാം. ആ ഇപ്പൊ വരൂ. ആ ഇതാ വന്ന്. ഞാൻ ഭരതേട്ടനെ വിളിച്ചിരുന്നു. ആ മൂപ്പർക്ക് അവിടെ കുറേ പരിചയക്കാരുണ്ട്. എനിക്കറിയില്ല ഭരതേട്ടനെ. പിന്നെ അറിയാണ്ട്. ആ അതന്നെ, വലിയ കമ്പനി ഇപ്പം. ഓ ആക്കിയതാണല്ലേ. മൂപ്പര് പൊളിയല്ലേ, ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ, ഇവരൊന്ന് ഡ്രോപ്പ് ചെയ്യാനുണ്ട്. ആ ശരി മോളെ. പോ. ശരി, അപ്പോ എന്തേലും വിവരം കിട്ടി വിളിക്കാം. ശരി. ഭരതേട്ടൻ വിളിച്ചാ പറയണേക്കാ. പറയാടാ. ഓക്കെ ബൈ. ആ മുജിയെ ബൈഡാ, പോയിട്ട് വരാം. എടാ ഫൈസലേ, ആ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ വരുന്നില്ലടാ. എങ്ങനെയാണ് പിന്നെ? അല്ല അതല്ല, ഉച്ചക്ക് ചിലപ്പോൾ ഷിഫ്റ്റ് ഉണ്ടാവും. ഓ അത് നന്നായി. ഓക്കെ. നൈസായിട്ട് എന്നെ ഒഴിവാക്കിയല്ലേ. അതാ പറയ്. എടാ അതെ, ഒരു വിശേഷമുണ്ട് കേട്ടോ. ഇന്ന് ഹമീദ് ഖാന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു. നിന്റെ കാര്യാ സംസാരിച്ച്. ഈ പ്രാവശ്യത്തെ നിന്റെ വരവിന് സനയുടെ നിന്റെ കല്യാണം നടത്താനാ പ്ലാൻ. ഓക്കെ ഓക്കെ. എന്തൊക്കെയെന്ന് നീ ദിവ്യയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ? ഇല്ല, പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിനുള്ളൊരു സാഹചര്യം കിട്ടണ്ടേ. എന്തെന്നാ നീ പറയുന്നേ? നീയൊക്കെ ഈ കാലഘട്ടത്തിൽ തന്നെയാണോ ജീവിക്കുന്നേ? 2 വർഷത്തോളായി ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന പെണ്ണിനോട് ഇഷ്ടം പറയാൻ ധൈര്യമില്ലെന്ന് വെച്ചാ ആരും കേക്കണ്ട. നിങ്ങൾ ആ അമീർ ഖാന്റെ കാര്യം എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞൊന്ന് ഒഴിവാക്കി തരുമോ? എടാ അത് ഞാൻ നോക്കിക്കോളാം. നീ ഒരു കാര്യം ചെയ്യേ, ആ ദിവ്യയുടെ നമ്പർ ഇങ്ങോട്ട് അയക്കേ, ഞാൻ വിളിച്ച് സംസാരിക്കാം. അത് ശരിയാവില്ല. അതെന്താടാ? അത് വേണ്ട. അയക്കേ, ഞാൻ കാര്യമായിട്ടാ പറയുന്നേ. ഇനിയും തമാശ കളിക്കാൻ സമയമൊന്നുമില്ല കേട്ടോ. ശരിയെന്നാ, ഞാൻ അയക്കാം. നിങ്ങൾ ഇപ്പൊ വെക്ക്. ആ പക്ഷെ നീ വൈകിട്ടേ ഫ്രീ ആകുമ്പോ ഒന്ന് വിളിക്കേട്ടോ. ആ ഓക്കെ. ഓക്കെ ശരി. ആ കേറിട്ട് പോ. ഇല്ല പിന്നെ വരാം. എന്നാ ശരി.